ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിൻസെന്റ് ചടച്ച, സ്നേഹമുള്ള ഇടവക വികാരി ജോസച്ച, പ്രിയ ദൈവ ജനമേ, ഞാൻ ഈ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ്. എന്നാൽ ഇവിടെ എത്തിയത് മുതൽ നിങ്ങൾ ഈ തിരുനാളിൻ്റെ അവസാന നിമിഷ ഒരുക്കങ്ങളൊക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. കുറച്ച് ആളുകൾ അന്നാമ്മയുടെ പ്രാർത്ഥന ഒക്കെ ശരിയാണോ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പരസ്പരം പരിശീലനം കൊടുക്കുന്നത് കണ്ടു. ചിലരൊക്കെ അന്നാമ്മയുടെ അടുത്ത് ലൈറ്റ് ഇട്ടോ, സിസ്റ്റേഴ്സൊക്കെ ചോദിക്കുന്നു അന്നാമ്മയുടെ അടുത്ത് അത് പൂ വെച്ചോ. അങ്ങനെ ഞാൻ വന്നത് മുതൽ ആവർത്തിച്ച് കേട്ടത് അന്നാമ്മ എന്ന് നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. എനിക്കൊരുപാട് സന്തോഷം തോന്നി. നിങ്ങൾ അന്നാമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഈശോയുടെ വല്യമ്മച്ചിയെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഈ വിശുദ്ധയെ സ്നേഹിക്കുന്നു എന്ന് ഓർത്തിട്ട് നിങ്ങൾ വത്സല നിധിയായ അമ്മയായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നത് കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. അതിലധികമായി അന്നാമ്മ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളുടെ പരിശുദ്ധിയും വിശുദ്ധിയും ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് ഈ തിരുനാളിൻ്റെ മനോഹാരിത. ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടാണ് നിങ്ങൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. ഏറെ പ്രത്യേകിച്ച് ഈ തിരുനാളിൻ്റെ അനുഗ്രഹം നേരുന്നത് തങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന, ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുന്ന, വിശ്വാസത്തിൻ്റെ തിരി തെളിയിച്ചു കൊടുക്കുന്ന എല്ലാ വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും ഈ ഇടവകയിലെ ഏറ്റവും മുതിർന്ന എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകം നേരുകയാണ്. നിങ്ങൾ തെളിയിക്കുന്ന തിരിയാണ് ഭാവിയിൽ ഈ ഇടവകയുടെ ശക്തി. അതുകൊണ്ട് ഓർക്കാം, ഈ വിശുദ്ധയെ ഓർക്കുമ്പോൾ ഈ വിശുദ്ധ പകർന്നു കൊടുത്ത വെളിച്ചമാണ് പരിശുദ്ധ അമ്മയിലൂടെ, യേശുവിലൂടെ നാം കണ്ടത്. നമ്മുടെ മക്കളിൽ ഈ വെളിച്ചമുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. നമ്മുടെ അപ്പന്മാർക്കും അമ്മമാർക്കും വല്യമ്മച്ചിമാർക്കും വല്യമ്മമാർക്കുമാണ്, വല്യപ്പന്മാർക്കും ഒക്കെയാണ്. ഈ തിരി തെളിയിച്ചു കൊടുക്കുവാൻ നമ്മളൊക്കെ എത്രമാത്രം തീഷ്ണതയുള്ളവരാണെന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ്. അന്നാമ്മയെ പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ, ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അന്നാമ്മ ഉറപ്പായും പ്രാർത്ഥനയുടെ അമ്മയാണ്. പരിശുദ്ധ അമ്മ എപ്രകാരം പ്രാർത്ഥിച്ചുവോ, യേശു എത്രമാത്രം എല്ലാ തീരുമാനങ്ങൾക്ക് മുൻപ് രാത്രി പകലാക്കി മലയിലേക്ക് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുവോ, ഈ പ്രാർത്ഥനയുടെ എല്ലാം അനുഭവം അവർ തിരിച്ചറിഞ്ഞത് അന്നാമ്മയിൽ നിന്നായിരിക്കാം. അന്നാമ്മ പ്രാർത്ഥനയുടെ അമ്മയാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ പണ്ട് സന്ധ്യാപ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളൊക്കെ പ്രാർത്ഥനയുടെ അമ്മമാർ പലരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ പ്രാർത്ഥിക്കാൻ എത്രമാത്രം തീഷ്ണതയോടെ നാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥനയെ പറ്റി ഓർക്കുമ്പോൾ പലപ്പോഴും നിയോഗങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റുമായി നാം കർത്താവിൻ്റെ അടുത്ത് വരും, വിശുദ്ധരുടെ അടുത്ത് വരും. നാം ചോദിക്കുന്നതൊക്കെ നമുക്ക് ലഭിച്ചാൽ അതാണ് പ്രാർത്ഥന സാധിച്ചു കിട്ടി. ഇതാണ് നമ്മുടെയൊക്കെ സാധാരണമായ വിചാരം. ഉറപ്പാണ്, അന്നാമ്മയുടെ സൗദത്തിൽ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാധ്യസ്ഥ ശക്തിയുടെ എന്നേക്കാൾ കൂടുതലായി സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിലുണ്ട്, എനിക്കറിയാം. എന്നാൽ എന്താണ് പ്രാർത്ഥന എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഒന്നാം വായനയിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പറ്റി നാം കാണുന്നുണ്ട്. ഇന്നത്തെ ആ ഭാഗം മനസ്സിരുത്തി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് മാത്രമല്ല, കരുണയുടെ പിതാവാണ്. അബ്രഹാം കരുണ ആയ ഒരു വ്യക്തിയാണ്. കാരുണ്യവാനായ ദൈവത്തോട് ആ ദേശത്തിന് വേണ്ടി അവൻ കരുണയോടെ യാചിക്കുകയാണ്. കർത്താവിന്റെ നീതിയെ പറ്റി കർത്താവിനോട് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിന്റെ ഹൃദയമായി അവൻ മാറി. അതാണ് പ്രാർത്ഥന. എൻ്റെ ഹിതമല്ല, മറിച്ച് കർത്താവിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഗസ്തമനയിലെ പ്രാർത്ഥന. കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാനപാത്രങ്ങൾ സ്വീകരിക്കുന്നവരാണ് നാം, സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് നാം.
എന്നാൽ എന്താണ് പ്രാർത്ഥന? പലപ്പോഴും കർത്താവേ, എൻ്റെ ഹിതത്തിനുപരി നിന്റെ ഹിതം എന്നിൽ നടക്കട്ടെ, നിന്റെ പദ്ധതികൾ എന്നിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നത്. ഒരു പണ്ടെങ്ങോ കേട്ട ഒരു അനുഭവ സാക്ഷ്യം ഇപ്രകാരമാണ്. നല്ല സ്നേഹത്തിൽ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ദമ്പതികൾ, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, അവൾ മരണത്തോട് അടുക്കുകയാണ്. ഭർത്താവ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി ഒരുപാട് പള്ളികളിലൊക്കെ പോയി, തീർത്ഥാടനത്തിനൊക്കെ പോയി, തന്റെ ഭാര്യയുടെ ജീവന് വേണ്ടി കർത്താവുമായി മല്ലിടുകയാണ്. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞു അവസാന ദിവസങ്ങളാണ്. അങ്ങനെ അവൻ ആശുപത്രിയിലെത്തി. ഭാര്യ പറഞ്ഞു, ഈ ആശുപത്രിയിൽ ഒരു ചാപ്പലുണ്ട്, അവിടെ പോയി 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് തിരികെ വരിക. അങ്ങനെ ഈ ഭർത്താവ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. തിരികെ ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് എന്തുത്തരം നൽകി? കർത്താവിന്റെ മനസ്സ് മാറ്റുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയെ ശക്തിപ്പെടുത്തുന്ന വിധം പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ നിന്റെ ജീവന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കർത്താവിന്റെ മനസ്സ് മാറ്റാൻ ഞാൻ മുട്ടിപ്പായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ 1 മണിക്കൂറിൽ കർത്താവ് എൻ്റെ മനസ്സിനെ ഒരുക്കി. നിന്റെ വിയോഗം സ്വീകരിക്കുവാൻ കർത്താവ് എൻ്റെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉത്തരം. പലപ്പോഴും പ്രാർത്ഥനയുടെ ഉത്തരം ഐശ്വര്യമോ സമ്പത്തോ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നടത്തി തരുന്നത് മാത്രമായിരിക്കില്ല. മറിച്ച് കർത്താവ് എന്താണ് നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്നറിയുന്നതാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതം തന്നെ നമുക്കെടുക്കാം. അദ്ദേഹം മുട്ടിപ്പായി പുത്രന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ വാഗ്ദാനം നിറവേറാൻ കാത്തിരുന്നത് വർഷങ്ങളാണ്. അങ്ങനെ കർത്താവിന്റെ പദ്ധതി എന്നിൽ നടക്കട്ടെ എന്ന് അവൻ കാത്തിരിക്കുമ്പോൾ സ്വന്തം പദ്ധതി മെനഞ്ഞ് സാറ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് ഇത്രയും വർഷമായി. കർത്താവ് ഉദ്ദേശിച്ചത് ഹാഗാറിൽ നിനക്കൊരു പുത്രൻ ഉണ്ടാകുമെന്നായിരിക്കാം. അങ്ങനെ അബ്രഹാം ഒരു നിമിഷം ദൈവത്തിന്റെ പദ്ധതി മാറ്റിവെച്ചിട്ട് തന്റെ പദ്ധതിക്ക് പിന്നാലെ പോവുകയാണ്. സാറായുടെ വാക്ക് കേട്ടിട്ട് എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? എന്ത് പദ്ധതിയാണോ സാറ മെനഞ്ഞത്, ആ പദ്ധതി തന്നെ അവൾക്കൊരു തലവേദനയായി മാറുകയാണ്. അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഹാഗാർ വന്ന് അബ്രഹാമിനോട് പറയുന്നുണ്ട്, അവരെ പറഞ്ഞയക്കുക. കർത്താവിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി തങ്ങളുടെ പദ്ധതികൾ നമ്മൾ കുടുംബങ്ങളിൽ മെനയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കർത്താവിന്റെ പദ്ധതി അന്വേഷിക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികളുടെ ഭാവിയെ പറ്റി വ്യാകുലരായി അവരിലേക്ക് പലതും നാം അടിച്ചേൽപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് കർത്താവിന്റെ പദ്ധതി തിരിച്ചറിയാനുള്ള അവരുടെ കഴിവിനെയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ചരിത്രം എഴുതേണ്ട തൂലിക കൊടുക്കേണ്ടത് കർത്താവിന്റെ കരങ്ങളാണ്. കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി എഴുതി പിടിപ്പിക്കേണ്ടത്. ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ പ്രാർത്ഥന. അന്നാമയെ പറ്റി ഓർക്കുമ്പോൾ മക്കളില്ലാതെ ഇരുന്ന ഈ ദമ്പതികൾ ഇത്രയും വർഷം അവർക്ക് മനസ്സിലായത് യഹോവ്യാഖ്യം എന്ന പേര് യഹോവ ഒരുക്കുന്നു എന്നാണ്. കർത്താവ് അവരെ ഒരുക്കുകയായിരുന്നു. ആ വർഷങ്ങളിലേക്ക് അവരെ ഒരുക്കുമ്പോൾ സ്ഥിരോത്സാഹത്തോടെയാണ് അവർ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, നിർബന്ധ നിമിത്തമാണ് അവന്റെ സ്നേഹിതൻ ഇറങ്ങി വന്ന് അവൻ ചോദിച്ചത് കൊടുക്കുന്നത്. ഇപ്രകാരം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. കാനാൻകാരി സ്ത്രീ കർത്താവിനോട് തന്റെ മകൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണ്. അവൾ വിശ്വാസത്തോടെ ചോദിക്കുന്നുണ്ട്, കർത്താവെ, നായ്ക്കളും യജമാനന്റെ പാത്രത്തിൽ നിന്ന് വീഴുന്നതിന് കിട്ടിയിട്ട് ഭക്ഷിക്കുന്നില്ലേ? അവളുടെ വിശ്വാസം കണ്ടിട്ട്, അവളുടെ സ്ഥിരോത്സാഹം കണ്ടിട്ട്, അവളുടെ സ്ഥിരത കണ്ടിട്ട് കർത്താവ് ഉത്തരം നൽകുന്നുണ്ട്. നാമൊക്കെ ഈ അമ്മയുടെ വത്സല മക്കളാകുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് ചിന്തിക്കാം. എൻ്റെ പദ്ധതി മെനയുന്നത് ഞാനാണോ, അതോ കർത്താവിൻ്റെ പദ്ധതി പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കാൻ ഞാൻ ഈ പുതിയ തലമുറയ്ക്ക് ശക്തി പകരുന്നുണ്ടോ, തിരി തെളിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. അന്നാമയെ പറ്റി ചിന്തിച്ചാൽ മറ്റൊരു വിചിന്തനം, അന്നാമ പ്രത്യാശയുടെ അമ്മയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവ് എന്നെ ഒരുക്കുകയാണെന്ന ബോധ്യത്തോടെ അവൾ കർത്താവിൽ മാത്രം ആശ്രയിക്കുകയാണ്. പ്രത്യാശയുള്ള ഒരമ്മ. നാം പ്രത്യാശയുടെ ജൂബിലിയിലാണ്. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ ജൂബിലിയുടെ ചാക്രിക ലേഖനം ഇറക്കുമ്പോൾ അതിന്റെ ആമുഖത്തിൽ
അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വല്യമ്മച്ചിയെ ഓർക്കുന്നുണ്ട്. ഇപ്രകാരമാണ് മാർപ്പാപ്പ എഴുതുന്നത്: വല്യമ്മച്ചി ധാരാളം മനോഹരമായ മധുര പലഹാരങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതിലൊരു പ്രത്യേകതരം മധുരമുണ്ട്. അത് നമ്മുടെയൊക്കെ ചപ്പാത്തി പോലെ മാവ് നേർപ്പിച്ച് ഇങ്ങനെ എണ്ണയിൽ പൊരിക്കുന്ന ഒരു മധുര പലഹാരം. എന്നാൽ അത് കുട്ടികളായ അവർ ആവേശത്തോടെ ചെന്നെടുക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകും. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഉള്ളം പൊള്ളയാണ്. അവരുടെ മാതൃഭാഷയിൽ അതിന് നുണയൻ എന്നാണ് അവർ പേരിട്ട് വിളിച്ചിരുന്നത്. പിതാവ് ഇതിനെപ്പറ്റി ഓർക്കുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെപ്പറ്റി ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെതായ നുണകൾക്ക് പിന്നാലെയാണ് നാം പോകുന്നത്. ഈ ലോകത്തിന്റെ ആസക്തിക്ക് പിന്നാലെ, ഈ ലോകത്തിന്റെ മായകൾക്ക് പിന്നാലെയാണ് നാം ആയിരിക്കും. നമ്മുടെ ഓട്ടമൊക്കെ, നാം ആശ്രയിക്കുന്നതൊക്കെ ഈ ലോകത്തിന് പിന്നാലെയാണ്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ പോയത് എലിസബത്തിന്റെ ആവശ്യത്തിലേക്കാണ്. എന്നാൽ പലപ്പോഴും നാം തിടുക്കത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ പിന്നാലെയാണ്. നാം നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ലോകത്തിൻ്റെതായ മായകൾക്ക് പിന്നാലെ പോകാനാണ്. ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ശമ്പളം, ഉയർന്ന ജീവിത ക്വാളിറ്റീസ്, ഇതൊക്കെയാണ് പലപ്പോഴും നാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ പ്രത്യാശയുടെ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവിൽ മാത്രം നോക്കിക്കൊണ്ട് സ്വർഗത്തിനു വേണ്ടി ജീവിക്കുക. ഈ ഇടെ വളരെ സങ്കടകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞങ്ങളുടെ ആശ്രമം നിൽക്കുന്നതിന്റെ ആ ഒരു പ്രദേശത്ത് എൻ്റെ അറിവിൽ ഈയിടെ 10-ൽ കൂടുതൽ യുവാക്കളാണ് ആത്മഹത്യ ചെയ്തത്. ഞാൻ ഓർക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ജീവിതം പ്രത്യാശയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയില്ലാത്തത്? എവിടെയാണ് വിശ്വാസം ഇല്ലാതായത്? എവിടെയാണ് ഈ വിശ്വാസത്തിന്റെ തിരി അവരുടെ ഹൃദയത്തിൽ തെളിയിക്കാൻ നമുക്ക് കഴിവില്ലാതെ പോയത്? പലപ്പോഴും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ശക്തി ഇന്നത്തെ തലമുറയ്ക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതിനൊരു കാരണക്കാർ ഉറപ്പായും മാതാപിതാക്കൾ തന്നെയാണ്. ഒരിക്കലും ഒന്നും അറിയിക്കാതെ, കുടുംബത്തിലെ ഒരു വേദനയും അറിയിക്കാതെ എല്ലാ സൗഭാഗ്യങ്ങളും വളർത്തുന്ന ഇവർ വളർന്നു വരുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ശക്തിയില്ലാതെയാണ്. ഇവരുടെ മുൻപിൽ ഏറ്റവും കൂടുതൽ നാം കൊടുക്കുന്നത് മൊബൈൽ സ്ക്രീനുകളാണ്. ഈ മൊബൈൽ സ്ക്രീനുകളിൽ അവർ കാണുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് അസൂയയായിരിക്കാം. അവർ തങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നത്, എനിക്കിതില്ല, എനിക്ക് ഇത്രമാത്രം സന്തോഷമില്ല, എനിക്ക് ഇത്രമാത്രം നല്ല ജീവിതമില്ല. എന്ത് ജീവിത യാഥാർത്ഥ്യവും എന്ത് ശക്തിയാണ് നാം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശയോടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ പരിശുദ്ധ അമ്മ പ്രഭിടത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ കർത്താവിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തേണ്ടത്. ഈ ലോകം നൽകുന്ന നൈമിഷിക സുഖങ്ങൾക്ക് പിന്നാലെ പോകാനല്ല നാം മക്കളെ പരിശീലിപ്പിക്കേണ്ടത്, മറിച്ച് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ, കർത്താവിൽ സന്തോഷം കണ്ടെത്താൻ. നമ്മുടെയൊക്കെ സന്തോഷം എന്തെങ്കിലുമൊക്കെ ഐശ്വര്യത്തിലാണ്, സമാധാനം നിറഞ്ഞ ജീവിതത്തിലാണ്, സമ്പത്തിലാണ്. എന്നാൽ യഥാർത്ഥ ആനന്ദം, പരമമായ ആനന്ദം കർത്താവിലാണെന്ന് തിരിച്ചറിവ് ആദ്യം നമുക്കുണ്ടാകണം. എന്നിട്ടത് നമ്മൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ആർജവം ഉണ്ടാവണം. അവിടെയാണ് അന്നാമ്മയോടുള്ള സ്നേഹം നമുക്ക് പൂർണ്ണമാകുന്നത്, ഈ തിരുനാളുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. അന്നാമ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ അന്നാമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ്. എത്ര അത്ഭുതം അച്ഛൻ അറിയാമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. അത്ഭുതങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ പലപ്പോഴും സാധ്യമല്ലാത്തത്, അസാധ്യമെന്ന് കരുതിയത് സാധിക്കുന്നത് മാത്രമല്ല അത്ഭുതം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ വിശുദ്ധരായി വളരുന്നത് ഒരു വലിയ അത്ഭുതമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ദൂരെ പോയാലും കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നല്ല മക്കളായി വളരുന്നത് വലിയൊരു അത്ഭുതമാണ്. ഈ അമ്മ ചെയ്ത അത്ഭുതം തൻ്റെ വരുന്ന തലമുറ കാലങ്ങളോളം ഭാഗ്യവതി എന്ന് പ്രതീക്ഷിക്കുന്ന അമലോത്ഭയെ നൽകിയത് ഒരു വലിയ അത്ഭുതമാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ അമലോത്ഭരായി വിമല ഹൃദയരായി വളരുന്നത് വലിയ അത്ഭുതമാണ്. 2016 പുറത്തിറങ്ങിയ ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്ത ഒരു സിനിമയാണ് ദ മിറക്കിൾ ഫ്രം ഹെവൻ. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ദ മിറക്കിൾ ഫ്രം ഹെവൻ എന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് അത്ഭുതകരമായി ഉണ്ടായ ഒരു രോഗശാന്തിയെ പറ്റിയുള്ള, ഒരു രോഗസൗഖ്യത്തെ പറ്റിയുള്ള ഒരു സിനിമയാണ്.
ഈ സിനിമയിൽ ഒരു സാധാരണ കുടുംബം അമേരിക്കയിലെ ഒരു വില്ലേജിൽ താമസിക്കുകയാണ്. ഒരപ്പനും അമ്മയും 3-4 മക്കളൊക്കെ ഉണ്ട്. അതിലൊരു കുട്ടിക്ക് മാരകമായ ഒരു ഉദര രോഗം പിടിപെടുന്നുണ്ട്. എന്നാൽ അവളെ ചികിത്സിക്കണമെങ്കിൽ ഒരുപാട് ഭാരപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി സിറ്റിയിൽ പോകണം. എന്നാൽ ആ കുടുംബത്തിനെ സംബന്ധിച്ചത് അസാധ്യമാണ്. എന്നാൽ അമ്മ ഒരു ദിവസം ഈ കുട്ടിയുടെ രോഗാവസ്ഥ കണ്ട് വേദന കണ്ട് തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് എടുത്ത് സിറ്റിയിൽ പോയി അവിടെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിനെ കണ്ട് അപ്പോയിൻമെന്റ് എടുത്ത് ഈ കുട്ടിക്ക് നല്ല ചികിത്സ നൽകും. അങ്ങനെ അപ്പൻ വീട്ടിൽ കുട്ടികളെ നോക്കി ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്നു. അമ്മ ഈ കുട്ടിയുമായി ഒറ്റയ്ക്ക് സിറ്റിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ സംഘടിപ്പിക്കാൻ വലിയ പ്രയാസപ്പെട്ടു. എന്നാൽ ഒരു സഹോദരി സഹായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ഡോക്ടറിന്റെ അപ്പോയിൻമെന്റിന് മാസങ്ങളോളം കാത്തിരിക്കണം. എവിടെ താമസിക്കുമെന്നോ എങ്ങനെ ചെലവ് നോക്കുമെന്നോ ഒരു ധാരണയുമില്ല. അങ്ങനെ പല വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഈ കുട്ടിക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എങ്ങനെയൊക്കെയോ ഈ ഡോക്ടറിനെ കാണാൻ ഒരു അപ്പോയിൻമെന്റ് തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട്, ഈ അമ്മയുടെ നിശ്ചയദാർഢ്യം കണ്ടിട്ട്. പിന്നീട് അവിടെ ഒരു സ്ത്രീ അവളുടെ ടാക്സിയിൽ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവളുടെ വീട്ടിൽ അവർക്ക് സ്ഥലം നൽകുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ദൈവത്തിന്റെ കരങ്ങളിലാണ്, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. അങ്ങനെ അവർ തിരികെ വീട്ടിലെത്തി. ഒരു ദിവസം ആ കുട്ടിക്ക് മരത്തിൽ നിന്ന് താഴെ വീണ് ഒരു ആക്സിഡന്റ് പറ്റി. എന്നാൽ ആക്സിഡന്റിനിടയിൽ അവൾ അത്ഭുതകരമായി അവളുടെ ഉദരരോഗം സുഖപ്പെട്ടു. ഇതാണ് അതിന്റെ പ്രമേയം. നടന്ന ഒരു സംഭവമാണ്. അതിന്റെ ക്ലൈമാക്സിൽ ഈ അമ്മ അവരുടെ പള്ളിയിൽ വന്ന് പറയുന്ന ഒരു നന്ദി പ്രസംഗമുണ്ട്. അതിൽ ഈ അമ്മ പറയുന്നത് അത്ഭുതങ്ങളെ പറ്റിയാണ്. ഈ അമ്മ അക്കമിട്ട് പറയുന്ന അത്ഭുതങ്ങളിൽ രോഗശാന്തി അല്ല അമ്മ പറയുന്നത്, മറിച്ച് നല്ല മനസ്സോടെ ടിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്ത ആ വ്യക്തി, അതൊരു അത്ഭുതമാണ്. നല്ല മനസ്സോടെ ആ ഡോക്ടറിനെ കാണാൻ റിസപ്ഷനിസ്റ്റ് കൊടുത്ത ആ ഒരു അവസരം, അതൊരു നന്ദിയാണ്, അതൊരു അത്ഭുതമാണ്. സമയമില്ലാഞ്ഞിട്ടും ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ അങ്ങനെ അക്കമിട്ട് നിരത്തി ആ അമ്മയുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണിച്ച നന്മകൾ, മറ്റുള്ളവർ നൽകിയ ത്യാഗത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതമാണ് എന്ന് അമ്മ ഓർക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും അത്ഭുതത്തിന്റെ ഇടമായി മാറും നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ച് നാം അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ബലിയായി മാറ്റുമ്പോൾ, അവിടെയാണ് നമ്മുടെ ജീവിതവും അന്നാമ്മയുടെ ജീവിതം പോലെ അത്ഭുതമായി മാറുന്നത്. സമർപ്പണത്തിന്റെ അമ്മയായി ഈ അമ്മ മാറുന്നത് ദൈവം തനിക്ക് നൽകിയതെല്ലാം ദൈവത്തിന് തന്നെ തിരികെ സമർപ്പിക്കാനുള്ള ബോധ്യമുണ്ടായപ്പോഴാണ്. നമുക്കറിയാം, ബൈബിളിൽ മക്കൾക്ക് വേണ്ടി കാത്തിരുന്ന ചില അമ്മമാരുണ്ട്. പഴയ നിയമത്തിൽ ഹന്നയുണ്ട്, പുതിയ നിയമത്തിൽ എലിസബത്ത് ഉണ്ട്. ഈ അമ്മമാരെല്ലാം തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ദൈവം അവർക്ക് വിലയേറിയ ഒരു കാര്യം നൽകിയപ്പോൾ അത് ദൈവത്തിനുള്ളതാണ്, ഞാൻ ദൈവത്തിന് തന്നെ തിരികെ സമർപ്പിക്കും. പ്രിയ ക്രിസ്ത്യാനി, നിനക്ക് നല്ല കുടുംബമുണ്ടെങ്കിൽ, നല്ല ജോലി ഉണ്ടെങ്കിൽ, നല്ല വരുമാനമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, ഇതൊക്കെ ദൈവത്തിനുള്ളതാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ, എനിക്ക് എന്തൊക്കെയുണ്ടോ, ഇതൊക്കെ ദൈവം തന്നതാണ്. ഇതൊക്കെ തിരിച്ച് ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാണ്. ഹന്ന സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവൻ ആജീവനാന്തം ദൈവത്തിനുള്ളതാണ്. അങ്ങനെ ദൈവത്തിനുള്ളതായി മകളെ കൊടുക്കുന്നുണ്ട്. അന്നാമയും തന്റെ മകളെ ദേവാലയത്തിൽ നൽകിക്കൊണ്ട് ദൈവം എനിക്ക് തന്നു, ഇത് ദൈവത്തിനുള്ളതാണ് എന്നുള്ള സമർപ്പണ ബോധ്യത്തോടെ ജീവിക്കുകയാണ്. ഇന്ന് പലപ്പോഴും സ്വാർത്ഥരായി ജീവിക്കുവാൻ നാം മക്കളെ പഠിപ്പിക്കുമ്പോൾ ഓർക്കുക, ദൈവം തന്നതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. ദൈവം നമുക്ക് അത്ഭുതകരമായി പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾപ്പിക്കുന്ന മക്കളെ ദൈവത്തിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവോന്മുഖരായി ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കേണ്ട വലിയൊരു കടമ നമുക്കുണ്ട്. അതുകൊണ്ട് അത്ഭുതത്തിന്റെ, പ്രത്യാശയുടെ, സമർപ്പണത്തിന്റെ, പ്രാർത്ഥനയുടെ അപ്പനും അമ്മയുമായി മാറാൻ പ്രത്യേകം വിളി നമുക്കുണ്ടെന്ന് നമുക്ക് ഓർക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും അത്ഭുതത്തിന്റെ ഇടങ്ങളായി മാറട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ എത്ര പേര് ബിസിനസ്സിലൊക്കെ പ്രാഗൽഭ്യമുള്ളവരാണെന്ന് എനിക്കറിയില്ല.
ബിസിനസ്സുകാർ സാധാരണ ചെയ്യുന്ന ഒരു അനാലിസിസ് ഉണ്ട്, ഒരു ഇവാലുവേഷൻ ഉണ്ട്. അതിന് SWOT അനാലിസിസ് എന്നാണ് പറയുന്നത്. SWOT. SWOT ഇവാലുവേഷൻ, SWOT അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ അക്ഷരം സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് എൻ്റെ ബലം, എന്താണ് എൻ്റെ ശക്തി, എൻ്റെ ബലം എന്താണ്, എൻ്റെ കുടുംബത്തിന്റെ ബലം എന്താണ്. W സൂചിപ്പിക്കുന്നത് വീക്ക്നെസ് ആണ്, എന്താണ് എൻ്റെ ബലഹീനത, എന്താണ് എൻ്റെ കുറവ്. O സൂചിപ്പിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്, എൻ്റെ അവസരങ്ങൾ, എൻ്റെ മുൻപിലുള്ള ഇനിയുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്. T ത്രെഡ്, എന്താണ് എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ, പുറമേ നിന്നുള്ള ഭീഷണികൾ എന്തൊക്കെയാണ്. നമ്മുടെ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ നാം ഈ ഒരു അനാലിസിസ് നടത്തുന്നത് നല്ലതായിരിക്കാം. SWOT അനാലിസിസ്. എന്താണ് എൻ്റെ കുടുംബത്തിന്റെ ശക്തി, എവിടെയാണ് ഞാൻ ശക്തിയിൽ പ്രത്യാശ അർപ്പിക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ കർത്താവിലേക്ക് നടന്നെടുക്കുവാനുള്ള കുറവുകൾ, എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളി മക്കളുമായി കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾ, അത്ഭുതത്തിന്റെ ഇടമായി മാറാനുള്ള എൻ്റെ അവസരങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എത്രമാത്രം സമയം എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. T ത്രെഡ്, എന്തൊക്കെയാണ് ഈ ലോകത്തിന്റെ മായകൾ വലിച്ച് എന്നെ കർത്താവിൽ നിന്ന് അകറ്റുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഈ ഒരു അനാലിസിസിനുള്ള ദിവസമായി തിരുനാൾ മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ഒന്ന് വിചിന്തനം ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശക്തി ദൈവമാണ്, എൻ്റെ ബലഹീനത, എൻ്റെ കുറവ് നിറവുകളാക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടോ. ഇനിയുള്ള അവസരങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വിനിയോഗിക്കാനുള്ള ശക്തി എനിക്കുണ്ടോ. എൻ്റെ വെല്ലുവിളികളെ പ്രത്യാശയോടെ ധീരതയോടെ നേരിടുവാൻ, സമർപ്പണബോധത്തോടെ ത്യാഗത്തോടെ നേരിടുവാനുള്ള ശക്തി എനിക്കുണ്ടോ എന്ന് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. വിശുദ്ധ അന്നാമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നിന്നെ പോലെ പ്രാർത്ഥനയുടെ മക്കളായി വളരുവാൻ, നിന്റെ ജീവിതത്തിലെ പോലെ കർത്താവിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവകയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നന്മയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, നല്ല മനസ്സിന്റെ സമർപ്പണത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നിന്റെ മാധ്യസ്ഥം ഞങ്ങൾ ഓരോരുത്തരും